തീർത്ത ഞെട്ടലോടെ അവരെ നോക്കി. അവർ ദുഷ്ടയാണെന്ന് അറിയാമെങ്കിലും ഇത്രത്തോളം ക്രൂരത അവരുടെ മനസ്സിലുണ്ടെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. താൻ കേട്ടത് സത്യമാണോ എന്നറിയാൻ അവൾ അവരെ തുറിച്ചു നോക്കി. അവരുടെ മുഖം പിശാചിൻ്റെ പോലെയാണെന്ന് തീർത്തയ്ക്ക് തോന്നി. നിന്റെ ജീവനെടുക്കാൻ കാത്തു നിൽക്കുന്ന പിശാച്. എന്താടി നോക്കുന്നത്? പാർവതി ശക്തമായി തീർത്തയുടെ തോളിൽ തട്ടി. നന്നായി വേദനിച്ച അവൾ അവരെ ഒന്ന് ഇരുത്തി നോക്കി. മാന്യം മര്യാദയ്ക്ക് ഇവിടെ കഴിയാനാണെങ്കിൽ ശരി, അല്ലാതെ അവൻ്റെ കൂടെ ഭാര്യയുടെ അവകാശം വെച്ച് തുള്ളാൻ നടന്ന അധികകാലം നീ ഇവിടെ വാഴില്ല. പാർവതിയുടെ മുഖത്ത് വെറുപ്പിൻ്റെ കൂമ്പാരം. അപ്പോഴും തീർത്ത അവരെ തുറച്ചു നോക്കി. ഇവരെന്ത് സ്ത്രീയാണ്? ഇത്രയും വലിയ കുടുംബത്തിൽ ജനിച്ചിട്ടും അതിൻ്റേതായ യാതൊരു മാന്യതയോ മര്യാദയോ ഇല്ലാത്തൊരു വൃത്തികെട്ട ജന്മം. തീർത്ത മനസ്സിലോർത്തു. എന്താടീ നോക്കുന്നത്? കെട്ടിലമ്മയായി വാഴാമെന്ന് കരുതിയിട്ട് അത് പാളിപ്പോയതിൻ്റെ സങ്കടമാണോ? കുറച്ചു കഴിയുമ്പോൾ നിന്റെ അനിയത്തിയെന്ന് പറയുന്ന ആ കുഞ്ഞു കുരുപ്പും പൈസയ്ക്ക് വേണ്ടി കണ്ടവൻ്റെ ഭാര്യയായി അഭിനയിക്കാൻ പോകുമോ? നിന്റെയൊക്കെ സ്വഭാവം അതാണല്ലോ. പരിഹാസത്തോടെയുള്ള പാർവതിയുടെ വാക്കുകൾ അതിരുവിട്ടു. അതുവരെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിന്ന തീർത്തയ്ക്ക് ശിവുവിനെ പറഞ്ഞത് ക്ഷമിക്കാനായില്ല. അവളുടെ പെരുവിരലിൽ നിന്നും ദേഷ്യം മരിച്ചു കയറി. ഞാൻ പ്രസവിച്ചാലല്ലേ നിങ്ങളുടെ മകൻ്റെ ദോഷം തീരൂ? ഞാൻ പ്രസവിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യേ. തീർത്തയുടെ വാക്കുകളിൽ അഗ്നി ചിതറി. ഇതുവരെ പാർവതി കാണാത്തൊരു ഭാവമായിരുന്നു അവളുടെ മുഖത്തപ്പോൾ. അത് കണ്ട് അവരൊന്ന് പകച്ചുപോയി. മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ തലയിൽ ചവിട്ടുന്നു. മാധവേട്ടൻ്റെ അമ്മയല്ലേ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാളും എല്ലാം ക്ഷമിച്ചതും സഹിച്ചതും. ഇനി അതിനാവില്ല. എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതേപോലെ തന്നെ തിരിച്ചുമുണ്ടാകും. ഇനി അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. തീർത്തയുടെ ശബ്ദത്തിൽ ദേഷ്യവും സങ്കടവും ഇടകലർന്നിരുന്നു. അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഒരു വലിയ തെറ്റ് ചെയ്ത പോലെ മനസ്സിൻ്റെ പിരിമുറുക്കം അവളുടെ മുഖഭാവത്ത് എടുത്തു കാട്ടി. പാർവതി ആകെ സ്തബ്ധയായി നിൽക്കുകയാണ്. ഒരിക്കലും തീർത്തയിൽ നിന്ന് അങ്ങനെയൊരു പ്രതികരണം അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാം നിശബ്ദമായി കേട്ടു നിൽക്കുമെന്നാണ് അവർ കരുതിയത്. അവർ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും തീർത്ത റൂമിലേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. ദേഷ്യമടക്കാനാകാതെ അവർ തറയിൽ ആഞ്ഞു ചവിട്ടി. അപ്പോഴേക്കും തീർത്ത റൂമിലെത്തിയിരുന്നു. അല്പം കുടിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് മാധവ് ഉറക്കം പിടിച്ചിരുന്നു. അവൾ പതിയെ അവൻ്റെ അരികിലിരുന്നു. അങ്ങനെയൊക്കെ പാർവതിയോട് പറഞ്ഞെങ്കിലും മനസ്സാകെ കലുഷിതമാണ്. താൻ കാരണം ശിവുവിന് പോലും അവർ മോശം പറഞ്ഞിരിക്കുന്നു. അതാണ് അവൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞത്. വേണ്ടായിരുന്നു ഒന്നും. പണത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും ആരുടെയും ആട്ടും തുപ്പും കേൾക്കാതെ ശിവുവിനൊപ്പം ജീവിക്കാമായിരുന്നു. ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു കൊണ്ട് അവൾ നിശബ്ദമായി ഏങ്ങലടിച്ചു. കണ്ണിൽ നിന്നും ചാലിട്ട കണ്ണുനീർ തുള്ളികൾ കവളിനെ പൊള്ളിച്ചുകൊണ്ട് താടിത്തുമ്പിലൂടെ മാറിലേക്ക് ഇറ്റു വീണു. ആ പൈസ തിരിച്ചു കൊടുത്ത് ഇവിടെ നിന്നും ഇറങ്ങിയാലോ? ചെറിയമ്മയ്ക്ക് കൊടുത്ത 50,000 രൂപയും ശിവുവിനെ ഹോസ്റ്റലാക്കാൻ കൊടുത്ത 25,000 രൂപയും കഴിച്ച് ബാക്കി 9,25,000 രൂപ അക്കൗണ്ടിൽ ഇപ്പോഴുമുണ്ട്. അത് കൊടുക്കാം. ബാക്കി 1 വർഷത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറയാം. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. ഈ വീടിന് മാത്രമേ വിശാലതയുള്ളൂ. ഇവിടെയുള്ള പലരുടെയും മനസ്സിന് അതില്ല. ഇടുങ്ങിയ ഇരുട്ട് നിറഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങളാണ്. അത്രത്തോളം പാർവതിയുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ നോവിച്ചിരുന്നു. അരികിൽ കിടക്കുന്നവൻ ഒന്ന് ഞെരുങ്ങുന്നതറിഞ്ഞ് തീർത്ത തലചിരിച്ചു നോക്കി. മാധവ് നല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ അവൻ്റെ മുഖം വളരെ നിഷ്കളങ്കമാണെന്ന് തീർത്തയ്ക്ക് തോന്നി. ഏതു പെണ്ണും ആഗ്രഹിച്ചു പോകുന്നൊരു പുരുഷൻ. ആ മുഖത്തേക്ക് നോക്കവേ അവളുടെ നെഞ്ചൊന്ന് വിങ്ങി. നെടുവീർപ്പോടെ അവിടെ നിന്നും എഴുന്നേറ്റ് റൂം തുറന്ന് പുറത്തേക്കിറങ്ങി വരാന്ത ലക്ഷ്യമാക്കി നടന്നു. സമയം പാതിരാവോടടുത്തിട്ടും ചിന്നുവിൻ്റെ മുറിയിൽ നിന്നും വെളിച്ചം വാതിലിന് താഴെ കൂടി ഹാളിലേക്ക് അരിച്ചിറങ്ങുന്നത് അവൾ കണ്ടു. തനിക്ക് പകരം കൂട്ടുകാരിയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ചിന്നുവിനും ആഗ്രഹമുണ്ടെന്ന് തീർത്തയ്ക്ക് തോന്നി. അവൾ പതിയെ വരാന്തയുടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. നിലാവിൽ കുളിച്ചു കിടക്കുകയാണ് അവിടം. അവൾ മെല്ലെ ആട്ടുകട്ടിലിരുന്നു. ചെറിയ ശബ്ദത്തിൽ അതിൻ്റെ ചങ്ങലകളൊന്നു കരഞ്ഞു. തിരിച്ചു പോയാലോ? അവൾ ആ ചോദ്യം വീണ്ടും തന്നോട് തന്നെ ചോദിച്ചപ്പോൾ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വന്ന മുഖം മാധവിൻ്റേതാണ്. പണത്തിന് വേണ്ടിയാണ് കല്യാണം കഴിച്ചതെങ്കിലും ഇതിനോടകം അദ്ദേഹം തൻ്റെ മനസ്സ് കീഴടക്കി കഴിഞ്ഞെന്ന് അവൾക്കറിയാമായിരുന്നു. അയാളെ വിട്ടൊരു തിരിച്ചുപോക്ക് തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തീർത്ത തിരിച്ചറിഞ്ഞു. ഇല്ല, താൻ എങ്ങോട്ടും പോകുന്നില്ല. അദ്ദേഹം ഒരിക്കലും തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിട്ടേയുള്ളൂ. പിന്നെ താനെന്തിനു മടങ്ങിപ്പോകണം? സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം. അദ്ദേഹത്തിനൊപ്പം അവരുടെ മുൻപിൽ തന്നെ. താലിമാലയിൽ മുറുകെ പിടിച്ച് മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് അവൾ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. അകലെ മലമടക്കുകൾക്കിടയിൽ നിലാവ് പ്രഭ ചൊരിയുന്നു. താഴെ മഞ്ഞിൻ്റെ കരിമ്പടത്തിനടിയിൽ നിദ്രയെ ഭോഗിക്കുന്ന പ്രകൃതി. ആ മനോഹരമായ ദൃശ്യങ്ങൾ പോലും തീർത്തയുടെ മനസ്സിലെ കനൽ കെടുത്തിയില്ല. രാവു പകലിന് വഴിമാറി. പതിവിലും നേരം വൈകിയാണ് തീർത്ത ഉണർന്നത്.
അപ്പോഴും അവൾക്കരികിൽ മാധവ് ഗാഢനിദ്രയിൽ തന്നെയായിരുന്നു. തൻ്റെ ദേഹത്തേക്ക് അവൻ്റെ കയറ്റി വെച്ചിരിക്കുന്ന കാൽ മാറ്റിക്കൊണ്ട് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. തല ചിരിച്ചുറങ്ങുന്നവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ഇന്നലെ എടുത്ത തീരുമാനങ്ങൾ ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു തീർത്ത. വിട്ടുകൊടുത്തിട്ടോ പാവമായിരുന്നിട്ടോ കാര്യമില്ല. ഇത് തൻ്റെ ജീവിതമാണ്. താൻ തന്നെ വേണം ജീവിക്കാൻ. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക. അതിനപ്പുറം യാതൊരു പ്രതിവിധികളുമില്ല. പേടിച്ചിരുന്നാൽ ആ മുള്ള് കയ്യിൽ കുത്തിക്കേറി ചോര പൊടിയും. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ മനസ്സിൻ്റെ ഒരു കോണിൽ അടക്കിപ്പിടിച്ചിരുന്ന തീർത്ഥയുടെ യഥാർത്ഥ സ്വഭാവം സകല നിയന്ത്രണങ്ങളും വിട്ട് പുറത്തേക്ക് വന്നു. അവൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ മാധവ് ബെഡിലിരിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് മാധവേട്ടാ. നീണ്ട മുടിയിഴകൾ ടർക്കിക്കുള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. മോർണിംഗ്, ഉറക്കച്ചടവോടെ അവൻ പറഞ്ഞു. പിന്നെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. പതിവിലും നന്നായി വൈകിയാണ് അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നത്. പാർവതിയുടെ വക ശകാരം അവൾ പ്രതീക്ഷിച്ചു. വിചാരിച്ചതുപോലെ കയറ്റിപ്പിടിച്ച മുഖവുമായി അവർ ഹാളിലുണ്ട്. തന്നെ കണ്ടപ്പോൾ ആ മുഖത്ത് കാർമേഘം ഉരുണ്ടുകൂടുന്നത് അവൾ കണ്ടു. എങ്കിലും കാണാത്ത ഭാവത്തിൽ തീർത്ത അടുക്കളയിലേക്ക് നടന്നു. പിറകിൽ നിന്നും ദേഷ്യത്തിൽ പല്ല് ഞെരിയുന്ന ശബ്ദം കേട്ട് അവൾ ചിരിയടക്കി. എന്താ മോളെ വൈകിയേ? ഇന്നലെ പാർട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായോ? ചിറ്റ ചോദിച്ചു. 12 മണി ആയപ്പോഴേക്കും എത്തി ചിറ്റേ. എന്നാലും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. തീർത്ത അടച്ചുവെച്ച കാസറോൾ തുറന്നു നോക്കി. മോള് അടുക്കളയിൽ കയറാത്തതിന് ചേച്ചി ഇപ്പോൾ വന്ന് ചാടിയിട്ട് പോയേ ഉള്ളൂ. ഹാളിൽ ഇരിക്കുന്നുണ്ടല്ലോ, കണ്ടില്ലേ? കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന പച്ചമീൻ തിളച്ച അരപ്പിലേക്ക് ഇടുന്നതിനിടയിൽ ജാനകി തലചെരിച്ച് തീർത്തയെ നോക്കി. അടുക്കള സ്ലാബിൽ ചാരി നിന്ന് എന്തോ ആലോചിക്കുകയാണ് അവൾ. തീർത്ത, ജാനകി തെല്ലുറക്കെ വിളിച്ചു. ഏയ്! തീർത്തൊന്ന് ഞെട്ടി. എന്താ ഈ രാവിലെ തന്നെ ഇത്ര ആലോചന? ഓഫീസിൽ പോകുന്നില്ലേ? ജാനകി ചോദിച്ചു. ഉണ്ട് ചിറ്റേ. അവൾ വേഗം ഫ്ലാസ്കിൽ നിന്നും മാധവിനുള്ള ചായയുമായി റൂമിലേക്ക് നടന്നു. അപ്പോഴും ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കി പാർവതി അവിടെ ഇരിക്കുന്നുണ്ട്. തന്നെ ഇപ്പോൾ അരച്ച് കലക്കി കൊടുത്താൽ ഒറ്റ വലിക്ക് ആ അമ്മ കുടിക്കുമെന്ന് തീർത്തയ്ക്ക് തോന്നി. മാധവിനുള്ള ചായ കൊടുത്തിട്ട് തിരികെ വരുമ്പോഴേക്കും ജാനകി ഭക്ഷണം എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്നു. ഓരോരുത്തരായി കഴിക്കാനായി ഡൈനിങ് റൂമിലെത്തി. ഏറ്റവും അവസാനമാണ് മാധവ് എത്തിയത്. മോഹൻ നേരത്തെ പോയതുകൊണ്ട് അയാളൊഴികെ ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ഹാളിലെത്തി. നീ ഇന്ന് പോകുന്നില്ലേ? അവൻ ഡ്രസ്സ് മാറ്റാത്തത് കണ്ട് പാർവതി ചോദിച്ചു. ഇല്ലമ്മ, ഇന്ന് ലീവാക്കി. നല്ല തലവേദന. അവൻ നെറ്റിയിൽ അമർത്തി പിടിച്ചു. എങ്ങനെ തലവേദന വരാതിരിക്കും? രാത്രി മൊത്തം ഉറങ്ങാതെ കറങ്ങിയടിച്ച് നടക്കുകയല്ലേ? മാധവിനോടാണ് പറയുന്നതെങ്കിലും കണ്ണുകൾ തീർത്ഥയുടെ മുഖത്താണ്. അവളത് മുഖം കൂട്ടിക്കൊണ്ട് പാടെ അവഗണിച്ചു. അത് പാർവതിയുടെ കോപം ഇരട്ടിപ്പിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഇത് ആദ്യമായിട്ടല്ലേ പാർവതി അവരൊരു പരിപാടിക്ക് പോകുന്നത്? ഇത് അതിൻ്റെയൊന്നുമല്ല. അവനിപ്പോൾ വർക്ക് പ്രഷർ കൂടുതലല്ലേ? കുറച്ച് ദിവസം ലീവ് കിട്ടുമെങ്കിൽ അത് എടുക്കാൻ നോക്ക് മാധവ്. ഒന്ന് റിലാക്സ് ആവട്ടെ. പാർവതി അനാവശ്യമായി തീർത്ഥയെ കുറ്റപ്പെടുത്തിയപ്പോൾ മഹേശ്വറിന് അത് അത്ര ഇഷ്ടമായില്ല. ഭർത്താവ് കൂടി തീർത്ഥയെ സപ്പോർട്ട് ചെയ്തപ്പോൾ പാർവതിയുടെ ദേഷ്യത്തിൻ്റെ ആഴം കൂടി. അതിനൊപ്പം അവൾ അടക്കിപ്പിടിച്ച് ചിരിക്കുന്നതും കൂടി കണ്ടപ്പോൾ അവരുടെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയി. തീർത്ഥയ്ക്ക് നേരെ ദഹിപ്പിക്കുന്ന നോട്ടമെറിഞ്ഞുകൊണ്ട് മുൻപിലിരുന്ന പ്ലേറ്റ് തട്ടി നീക്കിക്കൊണ്ട് അവർ എഴുന്നേറ്റ് പോയി.